മുംബൈയിലെ ഒരു പ്രശസ്തമായ ഇംഗ്ലീഷ് മാഗസീൻ കമ്പനിയിൽ 22 വയസ്സുള്ള ഒരു സ്ത്രീ ഫോട്ടോ ജേർണലിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു. ഇതൊരു സെൻസിറ്റീവ് കേസ് ആയതിനാൽ സ്വകാര്യത കാരണങ്ങളാൽ പോലീസ് അവളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. നിർഭയ കേസിൽ ജ്യോതി സിംഗിന്റെ കുടുംബം അവളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആദ്യം ആഗ്രഹിച്ചില്ല. അതിനാൽ എല്ലാവരും അവളെ നിർഭയ എന്ന് വിളിക്കാൻ തുടങ്ങി. നിർഭയ എന്നാൽ ഭയമില്ലാത്ത എന്നാണ് അർത്ഥം. നിങ്ങളിൽ മിക്കവർക്കും ഇതിനെക്കുറിച്ച് അറിയാം. ഈ ഒരു കേസിലും ഇരയുടെ പേര് പോലീസ് വെളിപ്പെടുത്തിയില്ല. ഈ വീഡിയോയിൽ ഉടനീളം നമുക്കവളെ സത്യ എന്ന് വിളിക്കാം. ഫോട്ടോകളിലൂടെ വാർത്തകൾ നമ്മെ അറിയിക്കുന്നവരെയാണ് ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന് പറയുന്നത്. 22 വയസ്സിന്റെ ഊർജത്തോടെ തുറന്ന മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു സത്യ. സത്യയ്ക്ക് തന്റെ ഫോട്ടോ ജേർണലിസ്റ്റ് ജോലി ഒരുപാട് ഇഷ്ടമായിരുന്നു. 2013 ഓഗസ്റ്റ് മാസം 22-ാം തീയതി മുംബൈയിലെ മഹാലക്ഷ്മി എന്ന സ്ഥലത്തുള്ള ശക്തി മിൽസ് എന്ന ഒരു ഉപേക്ഷിക്കപ്പെട്ട കോട്ടൺ മില്ലിൽ ചില ഫോട്ടോസ് എടുക്കാനുള്ള അസൈൻമെന്റ് അവൾക്ക് നൽകി. വൈകുന്നേരം ഒരു 6:30 സത്യ തന്റെ സഹപ്രവർത്തകനോടൊപ്പം ഈ മഹാലക്ഷ്മിയിലുള്ള ശക്തി മില്ലിലേക്ക് പോയി. സാധാരണ അവൾ ഇത്തരത്തിലുള്ള അസൈൻമെന്റിന് പോകുമ്പോൾ അവൾക്ക് അന്ന് ലഭിക്കാൻ പോകുന്ന അനുഭവത്തെക്കുറിച്ചുള്ള ആകാംക്ഷ അവൾക്കുണ്ടാകും. അതേ ആവേശത്തോടു കൂടിയായിരുന്നു അവൾ അന്ന് പോയത്. എന്നാൽ അന്ന് ആ ശക്തി മില്ലിൽ അവൾക്കായി കാത്തിരുന്നത് അന്നുവരെയും അവൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കുമെന്നും അവളുടെ ജീവിതത്തെ തന്നെ അത് തലകീഴാക്കി മാറ്റുന്ന ഒരു അനുഭവമായിരിക്കുമെന്നും അപ്പോ അവൾക്കറിയില്ലായിരുന്നു. സത്യയ്ക്ക് അന്ന് നടന്ന ആ ക്രൂരതയെ എതിർത്ത് ഇന്ത്യയിലെ മുക്കിലും മൂലയിലും, എന്തിന് ഇന്ത്യക്കും അപ്പുറം അന്താരാഷ്ട്ര തലത്തിൽ ജനങ്ങൾ പ്രതിഷേധം നടത്താൻ തുടങ്ങി. അങ്ങനെ ജനങ്ങളെ പ്രതിഷേധിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ സത്യയ്ക്ക് അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. സമയം ഏകദേശം 7 മണിയായപ്പോൾ സത്യയും അവളുടെ സഹപ്രവർത്തകനും ആ ശക്തി മിൽസിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചു. അത് ഒരു പഴയ ഉപേക്ഷിക്കപ്പെട്ട മില്ലായതിനാൽ വൈദ്യുതി ഇല്ലാതെ ആ മിൽ പൂർണ്ണമായും ഇരുണ്ട് കിടന്നു. അതിനാൽ ഉള്ളിലേക്ക് കടക്കാതെ മില്ലിന് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ അവർ തീരുമാനിച്ചു. സുരക്ഷാ ആവശ്യങ്ങൾക്ക് വേണ്ടി അവളുടെ കൂടെ വന്ന സഹപ്രവർത്തകൻ ആ മില്ലിന് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കി. സത്യയും അവന്റെ പുറകെ പോയി പതിയെ ഓരോ സ്ഥലമായി ഫോട്ടോ എടുത്തു. അതുപോലെ തന്നെ ആ മില്ല് ചുറ്റി ഒരുപാട് ഫോട്ടോസ് എടുത്തു. ആവശ്യത്തിന് ഫോട്ടോസ് എടുത്തതിനു ശേഷം സഹപ്രവർത്തകൻ പറഞ്ഞു, നമുക്കിപ്പോ ആവശ്യത്തിന് ഫോട്ടോസ് ലഭിച്ചു, ഇനി നമുക്ക് ഇവിടെ നിന്നും പോകാമെന്ന് പറഞ്ഞു. പക്ഷേ സത്യ ആ മില്ലിനുള്ളിലേക്ക് പോയി എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അവളുടെ സഹപ്രവർത്തകൻ അത് അംഗീകരിച്ചില്ല. കാരണം ആദ്യം മുതലേ അദ്ദേഹത്തിന് ആ സ്ഥലത്തിൽ എന്തോ ഒരു മോശം അനുഭവം തോന്നി. അതിനാൽ അദ്ദേഹം, ഇത്ര ഫോട്ടോ എടുത്തല്ലോ, ഇത് തന്നെ മതി, ഇവിടെ നിന്ന് വേഗം പോകാം എന്ന് പറഞ്ഞു. പക്ഷെ മീരയ്ക്ക് അപ്പോഴുണ്ടായിരുന്ന ആ ക്യൂരിയോസിറ്റിയിൽ ഈ ഫോട്ടോസ് തികയില്ല, വീണ്ടും അകത്തേക്ക് പോയി ഫോട്ടോ എടുക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു. പക്ഷേ അവളുടെ കൗതുകത്തിന് പുറകിൽ മറഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ച് അവൾ ആ സമയം അറിഞ്ഞില്ല. അതിനാൽ സത്യ തന്റെ സഹപ്രവർത്തകനോട് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, ഞാൻ അകത്ത് കയറി ഫോട്ടോ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് മൊബൈൽ ടോർച്ച് ഓണാക്കി ആ ഇരുട്ടത്ത് മില്ലിനുള്ളിലേക്ക് പോകാൻ തുടങ്ങി. സഹപ്രവർത്തകന് അവൾ ചെയ്യുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവളെ ഒറ്റയ്ക്ക് അയക്കാൻ കഴിയാത്തതിനാൽ അവനും അവളുടെ പിന്നാലെ നടന്നു. അവർ അകത്തേക്ക് കയറിയപ്പോൾ പല സ്ഥലങ്ങളുടെയും ഫോട്ടോ എടുത്തു. അങ്ങനെ കൂടുതൽ അകത്തേക്ക് പോയപ്പോൾ ഒരു സ്ഥലത്ത് 5 പേർ കൂടിയിരുന്ന് മദ്യപിക്കുന്നത് കണ്ടു. ഇവർ 2 പേരും ആ 5 പേരെ കണ്ട അതേ സമയം ആ 5 പേരും ഇവർ 2 പേരെയും കണ്ടു. ഇപ്പൊ 5 പേര് മീരയെ അടിമുടിയൊന്ന് നോക്കി. എന്നിട്ട് മദ്യപിച്ചിരുന്ന അവർ പെട്ടെന്ന് എഴുന്നേറ്റ് അവർക്കിടയിൽ എന്തോ സംസാരിക്കാൻ തുടങ്ങി. ഇത് സത്യയുടെ സഹപ്രവർത്തകൻ കണ്ടു. അവർ മീരയെക്കുറിച്ചാണ് തെറ്റായി എന്തോ സംസാരിക്കുന്നത് എന്ന് അയാൾക്ക് മനസ്സിലായി. അവർ അളവിൽ കൂടുതൽ മദ്യപിച്ചിരിക്കുന്നത് വെച്ചും അവരുടെ സംസാര രീതി വെച്ചും ഇവരിപ്പോ ആയിരിക്കുന്ന ആ സാഹചര്യത്തിന്റെ ഗൗരവം അയാൾക്ക് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം മെല്ലെ സത്യയോട്, ഈ സാഹചര്യം ശരിയല്ല, ഉടൻ തന്നെ നമുക്കിവിടെ നിന്നും പോകാമെന്ന് പറഞ്ഞു. സത്യയ്ക്കും അത് ശരിയാണെന്ന് തോന്നി.
അങ്ങനെ അവർ രണ്ടുപേരും 5 പേർക്ക് മുൻപിൽ യാതൊരു ഭയവും കാണിക്കാതെ അവിടെ നിന്നും പോകാൻ തുടങ്ങി. അതേസമയം ആ 5 പേർക്കും അത് മനസ്സിലാവുകയും പതിയെ അവരുടെ അടുത്തേക്ക് നടന്നു വരാൻ തുടങ്ങി. ഇത് കണ്ട ഈ 2 പേർ ഭയന്ന് പെട്ടെന്ന് ഓടാൻ തുടങ്ങി. പക്ഷെ അതിനു മുൻപ് തന്നെ ആ 5 പേരും അവരെ പിടികൂടി. അങ്ങനെ പിടിച്ചതും എന്തിനാണ് ഏതിനാണ് യാതൊരു കാരണവും പറയാതെ ആ പുരുഷ സഹപ്രവർത്തകനെ മർദ്ദിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഭയന്നുപോയ സത്യ കരഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ വിട്ടയക്കണം എന്ന് അവരുടെ എല്ലാം കാലിൽ വീണ് അഭ്യർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ അവർ അതൊന്നും കേൾക്കാതെ അവനെ വല്ലാതെ മർദ്ദിക്കാൻ തുടങ്ങി. ബെൽറ്റ് ഉപയോഗിച്ച് അവർ അവന്റെ കൈകളും കാലുകളും കെട്ടി. തുടർന്ന് സത്യയെ അവിടെയുള്ള ഒരു മുറിക്കുള്ളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അങ്ങനെ മുറിക്കുള്ളിൽ കയറിയ ശേഷം പൊട്ടിയ ഒരു ബിയർ കുപ്പിയെടുത്ത് സത്യയുടെ കഴുത്തിൽ വെച്ചിട്ട്, നീ അലറി വിളിച്ചാൽ ഇപ്പൊ തന്നെ നിന്റെ കഴുത്തറുത്ത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. തുടർന്ന് 5 പേരും സത്യയെ തുടർച്ചയായി പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിൽ അവനായിരുന്നു വളരെ അക്രമാസക്തനായി പെരുമാറിയത്. ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനാകാത്ത പല കാര്യങ്ങൾ അവരവിടെ ചെയ്യുകയും അത് ഫോണിൽ ഫോട്ടോസായി എടുത്തു. ഒടുവിൽ അവരുടെ ആഗ്രഹമെല്ലാം അവസാനിച്ചതിന് ശേഷം ഇതാരോടെങ്കിലും പറഞ്ഞാൽ അവളുടെ ഫോട്ടോ ഇന്റർനെറ്റിൽ വിടുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തി. അതിനുശേഷം അവർ സത്യ വെച്ച് തന്നെ ആ സ്ഥലം മുഴുവനും വൃത്തിയാക്കി. എന്നിട്ട് സഹപ്രവർത്തകനെ കെട്ടിയിട്ട സ്ഥലത്ത് അവളെ കൊണ്ടുപോവുകയും അവന്റെ കൈകളും കാലുകളും അഴിച്ചുവിടുകയും ചെയ്തു. എന്നിട്ട് 5 പേരും അവിടെ നിന്നും പോയി. അവർ പോയിക്കഴിഞ്ഞതിനു ശേഷം സത്യ അവളുടെ സഹപ്രവർത്തകനോട് തനിക്ക് നടന്ന എല്ലാ സംഭവങ്ങളും പറഞ്ഞു. മെഡിക്കൽ ഹെൽപ്പ് വേണമെന്നാവശ്യപ്പെട്ടു. ഉടൻ തന്നെ അയാൾ ഒരു ടാക്സി വിളിച്ചുകൊണ്ടുവരികയും 2 പേരും രാത്രി ഏകദേശം ഒരു 8:30യോടുകൂടി തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിൽ പോകുമ്പോൾ തന്നെ സത്യയ്ക്ക് ധാരാളം രക്തസ്രാവം ഉണ്ടായിരുന്നു. അതിനാൽ ഉടൻ തന്നെ അവളെ അഡ്മിറ്റ് ചെയ്യുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. ഇത് ഒരു സെക്ഷൽ അസോൾട്ട് ആയതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പോലീസിനും വിവരമറിയിച്ചു. അടുത്ത ദിവസം മുംബൈയിലുള്ള മുഴുവൻ മാധ്യമങ്ങളും ആശുപത്രിയിലേക്ക് തടിച്ചുകൂടാൻ തുടങ്ങി. അതിനാൽ ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഇന്ത്യയിലുടനീളം ഇതൊരു വലിയ സ്വാധീനം സൃഷ്ടിച്ചു. ജനങ്ങളെല്ലാം ഇത് സംസാരിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ ഇത് വളരെ ഗൗരവമായതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനു മുൻപ് സംഭവിച്ച ഡൽഹി നിർഭയ കേസാണ്. വെറും 8 മാസത്തിന് മുൻപാണ് ആർക്കും മറക്കാനാകാത്ത ആ ഒരു സംഭവം നടന്നത്. നമ്മൾ പോലും അതിനെക്കുറിച്ചൊരു വീഡിയോയിൽ കണ്ടിരുന്നു. ഇതുവരെയും ആ വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിച്ചതിന് ശേഷം അത് പരിശോധിക്കുക. കാരണം രാത്രി യാത്ര ചെയ്യുന്ന എല്ലാ സ്ത്രീകളും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. അങ്ങനെ ആ കേസ് സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് പോലും ജനങ്ങൾക്ക് ഇന്നുവരെയും പുറത്തേക്ക് വരാനായിട്ടില്ല. അതിനു മുൻപ് വീണ്ടും അതുപോലൊരു സംഭവം അതുപോലെ രീതിയിൽ ചെയ്തുവെന്നുണ്ടെങ്കിൽ അപ്പോ എത്രത്തോളം അവർക്ക് ധൈര്യമുണ്ടാകണം. അവർക്ക് ഉടൻ തന്നെ സർക്കാർ ശിക്ഷ നൽകണമെന്ന് ഇന്ത്യയിലെ മുക്കിലും മൂലയിലും തുടങ്ങി അന്താരാഷ്ട്ര തലം വരെ ആളുകൾ പ്രതിഷേധിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ഇതാണോ സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന സംരക്ഷണം എന്ന് ഗവൺമെന്റിനെതിരെ തന്നെ ഒരുപാട് വിമർശനങ്ങൾ വരാൻ തുടങ്ങി. അതിനാൽ ഈ ഒരു അവസ്ഥ കണ്ട് ഭയന്നുപോയ സർക്കാർ എത്രയും പെട്ടെന്ന് കഴിയുമോ അത്രയും പെട്ടെന്ന് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസിന് ഉത്തരവിട്ടു. ഓഗസ്റ്റ് 26-ന് സത്യ പോലീസിനോട് അവൾക്കവിടെ എന്ത് സംഭവിച്ചുവെന്നുള്ള അവളുടെ മൊഴി നൽകി. അടുത്ത ദിവസം 20 സ്വകാര്യ ടീമുകളും ക്രൈംബ്രാഞ്ചിലെ 12 സ്പെഷ്യൽ ഓഫീസേഴ്സിനെയും അസൈൻ ചെയ്തു. ആദ്യഘട്ട അന്വേഷണത്തിൽ തന്നെ ഈ ഒരു കേസിൽ ഉൾപ്പെട്ടവർ വിജയ് ജാദവ്, സലീം അൻസാരി, ഖാസിം ബംഗാളി, ചന്ദ് ബാബു, കൂടാതെ ഒരാൾ പ്രായപൂർത്തിയാകാത്തതിനാൽ അവന്റെ പേര് ഇവിടെ പരാമർശിച്ചിട്ടില്ല. ഇങ്ങനെ ഈ 5 പേരും കുറ്റകൃത്യം ചെയ്തതായി കണ്ടെത്തി. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശ്രമം കൊണ്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത അടുത്ത 65 മണിക്കൂറിൽ തന്നെ ഈ 5 പേരെയും അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്ത അടുത്ത ദിവസം തന്നെ പോലീസ് ക്രിമിനൽസിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പരസ്യമായി പുറത്തുവിട്ടു. ആ സമയത്ത് എല്ലാ മാധ്യമങ്ങളിലും പേപ്പറുകളിലും ചാനലുകളിലും ഇവരുടെ മുഖങ്ങളായിരുന്നു തലക്കെട്ടായി വന്നിരുന്നത്. ഈ ഒരു വാർത്ത കണ്ട മുംബൈയിലുള്ള 19 വയസ്സുള്ള പെൺകുട്ടി സെപ്റ്റംബർ 3-ാം തീയതി ഈ ഒരു കേസ് കൈകാര്യം ചെയ്യുന്ന പോലീസ് സംഘത്തിന് ഒരു പരാതി നൽകി. അതിൽ താൻ മുംബൈയിലെ ഒരു ടെലിഫോൺ ഓപ്പറേറ്ററായി ജോലി ചെയ്യുന്നതായും അതേ ശക്തി മില്ലിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ്, അതായത് ജൂലൈ മാസം 31-ാം തീയതി അവളുടെ കാമുകനൊപ്പം ആയിരിക്കുമ്പോൾ 5 അംഗ സംഘം ഇതുപോലെ തന്നെ തന്നെയും ക്രൂരമായി പീഡിപ്പിച്ചതായി പറഞ്ഞു. കൂടാതെ അതിലെ 3 പേർ ഈ ഒരു കേസിൽ അറസ്റ്റായിരിക്കുന്ന വിജയ് ജാദവ്, സലീം അൻസാരി,
ഖാസിം ബംഗാളിയാണെന്നും പറഞ്ഞു. പോലീസും അവൾ പറഞ്ഞത് സത്യമാണെന്ന് സ്ഥിരീകരിച്ചു. അപ്പോഴാണ് പോലീസിന് മനസ്സിലായത് അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ കുറ്റവാളികൾ ഇതിനു മുൻപും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. ഇതിനകം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യുകയും അത് പുറത്തു വരാത്ത ധൈര്യത്തിൽ വീണ്ടും അതുപോലുള്ള കാര്യങ്ങൾ തന്നെ അവർ ചെയ്യാൻ തുടങ്ങി. അതിനാൽ ഈ പെൺകുട്ടി പറഞ്ഞ ഈ കൂട്ടത്തിലുള്ള 3 പേർ ഒഴികെ ഇപ്പോ ഈ പെൺകുട്ടി പറഞ്ഞ 5 അംഗ സംഘത്തിലെ 3 പേരെ പോലീസ് ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തു. അതുകൂടാതെയുള്ള 2 പേരെയും അടുത്ത 2 ദിവസത്തിൽ അറസ്റ്റ് ചെയ്തു. സെപ്റ്റംബർ മാസം 10-ാം തീയതി ഈ 7 പേരെയും കോടതിയിൽ ഹാജരാക്കി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സത്യയുടെ കേസിൽ നടന്നതുപോലെ ഈ പെൺകുട്ടിയുടെ കേസിലും അറസ്റ്റ് ചെയ്ത ആ 2 പേരിൽ സുരാജ് ഖാൻ എന്നയാളുടെ പേര് മാത്രമാണ് പോലീസ് പറഞ്ഞത്. മറ്റൊരാളുടെ പേര് പോലീസ് പരാമർശിച്ചിട്ടില്ല. കാരണം അവനും പ്രായപൂർത്തിയായിട്ടില്ല. ഈ 7 പേർക്കും ലൈംഗിക കുറ്റകൃത്യങ്ങൾ, ആവർത്തിച്ചിട്ടുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ, സംഘമായി ചേർന്ന് റേപ്പ് ചെയ്യുക, ഇരയെ തെറ്റായ രീതിയിൽ ഫോട്ടോ എടുക്കുക, ക്രൈം സീനിലെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെ മൊത്തം 13 വകുപ്പുകൾ പ്രകാരം അവർക്കെതിരെ കേസുകൾ ഫയൽ ചെയ്തു. 2014 മാർച്ച് 21-ന് ഈ 2 കേസുകളുടെയും അന്തിമ വിധി വന്നു. ഇതിൽ ഈ 7 പേരിൽ 2 പേർക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ അവർ 2 പേരെയും 3 വർഷത്തേക്ക് നാസിക്കിലെ പരിഷ്കരണ ഹോമിലേക്ക് അയച്ചു. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ഒരാൾക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ശിക്ഷയായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇത് വളരെ വലിയ ശിക്ഷയൊന്നും തന്നെയല്ല. ബാക്കിയുള്ള 5 പേർക്ക് IPC സെക്ഷൻ 376E, അതായത് നിർഭയ ആക്ട് പ്രകാരം ശിക്ഷ നൽകി. ഈ നിർഭയ ആക്ടിനെ കുറിച്ച് നമുക്ക് ഇതിനകം നന്നായി അറിയാം. അറിയാത്തവർക്കായി ചെറിയൊരു രൂപം ഞാൻ നൽകാം. ഈ നിർഭയ നിയമത്തിന് കീഴിൽ ഡെത്ത് പെനൽറ്റി, ലൈഫ് സെന്റൻസ് എന്ന 2 രീതിയിലുള്ള ശിക്ഷ നൽകും. ഇതിൽ ഗ്യാങ്ങായി ചേർന്ന് ഇങ്ങനെ ചെയ്യുന്നവർക്കും, ഇര മരിക്കാൻ ഉത്തരവാദിയായവർക്കും, ഗുരുതരമായ മുറിവുണ്ടാക്കുന്നവർക്കും, തെറ്റ് ആവർത്തിച്ചു ചെയ്യുന്നവർക്കും ഡെത്ത് പെനൽറ്റി നൽകും. ഡെത്ത് പെനൽറ്റിക്കായിട്ടുള്ള ക്രൈറ്റീരിയ ആ ഒരു ക്രൈമിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ജീവപര്യന്തം ശിക്ഷ നൽകും. അങ്ങനെ ഈ ഒരു കേസിൽ വിജയ് ജാദവ്, സലീം അൻസാരി, ഖാസിം ബംഗാളി ഇവർ 3 പേർക്കും കഴിഞ്ഞ 2 കേസുകളിലും തുടർന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് അവർക്ക് ഡെത്ത് സെന്റൻസ് നൽകി. ഇന്ത്യയിൽ നിർഭയ ആക്ട് വരികയും ആ ആക്ടിന് കീഴിൽ ആദ്യമായി ഡെത്ത് സെന്റൻസ് നൽകിയത് ഇവർക്കാണ്. ബാക്കിയുള്ള ചന്ദ് ബാബു, സിറാജ് ഖാൻ ഇവർക്ക് 2 പേർക്കും പരോളില്ലാത്ത ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. എന്നാൽ വിജയ് ജാദവ്, സലീം അൻസാരി, ഖാസിം ബംഗാളി ഇവർ 3 പേരും അവരുടെ വധശിക്ഷയ്ക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. അങ്ങനെ 2021 നവംബർ മാസം 25-ന് മുംബൈ ഹൈക്കോടതി അവരുടെ വധശിക്ഷ പരോളില്ലാത്ത ജീവപര്യന്തമാക്കി മാറ്റി. ഈയൊരു കേസിൽ ആ പെൺകുട്ടിക്ക് ഇവരുടെ പിടിയിൽ അകപ്പെടാതെ രക്ഷപ്പെടാമായിരുന്നു. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നന്നായി അറിയാം. അത് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.